FMC Network UAE. We take care of you. FMC Network UAE. നമസ്കാരം. ഗൾഫ് സ്റ്റോറീസ് തുടങ്ങുകയാണ്. യുഎഇയിൽ താമസ വിസയും അനുബന്ധ രേഖകളും നിയമാനുസൃതമാക്കാനായി നൽകിയ സമയപരിധി ഒക്ടോബർ 10 അവസാനിക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ വിസ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് നൽകിയ സമയപരിധിയാണ് അവസാനിക്കുന്നത്. അതിനുള്ളിൽ താമസം നിയമാനുസൃതമാക്കുകയോ അതല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ അനധികൃത താമസക്കാരായി കണക്കാക്കി പിഴ ചുമത്തും. മാർച്ച് 1 ശേഷം വിസ കാലാവധി കഴിഞ്ഞവർക്ക് സൗജന്യമായി വിസ പുതുക്കാൻ ജൂലൈ വരെയാണ് ആദ്യം സമയം നൽകിയിരുന്നത്. പിന്നീട് അത് 3 മാസം കൂടി നീട്ടി നൽകുകയായിരുന്നു. അതല്ല, നിയമാനുസൃതമാക്കിയില്ലെങ്കിൽ ഞായറാഴ്ച കഴിഞ്ഞാൽ പിഴ നൽകേണ്ടി വരും അനധികൃത താമസത്തിന് എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 4 ദിവസം കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒക്ടോബർ 15 മുതൽ യാത്രക്കാരെ സ്വീകരിക്കാൻ ഒരുങ്ങി റാസൽ ഖൈമ അന്താരാഷ്ട്ര വിമാനത്താവളം. രാജ്യത്തേക്ക് വരുന്ന യാത്രക്കാർക്കായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് റാക്കിലെ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻകൂർ അനുമതി ആവശ്യമില്ല. എന്നാൽ 96 മണിക്കൂറിനുള്ളിലെ കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ട് വേണമെന്നതുൾപ്പെടെയുള്ള കോവിഡ് പ്രതിരോധ മുൻകരുതലുകൾ പാലിക്കണം. വിമാനത്താവളത്തിലെ PCR ടെസ്റ്റിന്റെയും പോസിറ്റീവ് ആണെങ്കിൽ തുടർന്നുള്ള നടപടിക്രമങ്ങളുടെയും ചെലവ് സ്പോൺസർമാർ വഹിക്കണം. ടൂറിസ്റ്റുകൾക്കും റാസൽ ഖൈമ വിമാനത്താവളം വഴി രാജ്യത്തേക്ക് പ്രവേശിക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് അടക്കമുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം യാത്ര. 4 ദിവസങ്ങൾക്കുള്ളിലെ PCR കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ടും നിർബന്ധമാണ്. എത്തിയതിനു ശേഷമുള്ള ടെസ്റ്റിൽ കോവിഡ് പോസിറ്റീവായാൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറായിരിക്കണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വകാര്യ സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർക്ക് 14 ദിവസം കൂടുമ്പോൾ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന് അബുദാബി വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ നിർദ്ദേശം. ഘട്ടം ഘട്ടമായി ക്യാമ്പസ് പഠനം ആരംഭിക്കാനിരിക്കെ കോവിഡ് പ്രതിരോധ മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ വിഭാഗങ്ങളുടെ പിന്തുണയോടെ ആരോഗ്യകരമായ പഠനാന്തരീക്ഷം കുട്ടികൾക്ക് ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പല സ്വകാര്യ സ്കൂളുകളും നിശ്ചിത ഇടവേളകളിൽ കോവിഡ് ടെസ്റ്റ് നടത്താൻ സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ വിഭാഗവുമായി സഹകരിച്ച സ്കൂൾ ഹെഡ്ക്വാർട്ടേഴ്സിലോ അതല്ലെങ്കിൽ നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ അധികൃതർ നിർദ്ദേശിക്കുന്ന ഇടങ്ങളിലോ എത്തിയാണ് ടെസ്റ്റ് പൂർത്തിയാക്കേണ്ടത്. നിലവിൽ കുട്ടികൾക്ക് ലേണിംഗ് അല്ലെങ്കിൽ ക്യാമ്പസിലെത്തിയുള്ള പഠനം എന്നതിൽ എന്തു വേണം എന്നുള്ളതിലെ തീരുമാനം മാതാപിതാക്കളുടേതാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇനി മുതിർന്ന പൌരന്മാർക്ക് റോഡുകളിൽ പരിഗണന ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് അജ്മാൻ പോലീസ്. അവർ ഓടിക്കുന്ന വാഹനങ്ങളുടെ പുറകിൽ ഒരു പ്രത്യേക സ്റ്റിക്കർ പതിക്കും. ഇതോടെ മറ്റ് ഡ്രൈവർമാർക്ക് മുതിർന്ന പൌരന്മാരാണ് വാഹനം ഓടിക്കുന്നത് എന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതലെടുക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സ്ലോ ഡൌൺ എന്ന് പേരിട്ട ക്യാമ്പയിൻ 1 മാസമാണ് നീണ്ടു നിൽക്കുക. എമിറേറ്റിലെ മുതിർന്ന പൌരന്മാരുടെ ജീവിത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാമൂഹിക സുരക്ഷാ വിഭാഗവുമായി കൈകോർത്താണ് അജ്മാൻ പോലീസ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളത്. ഓരോരുത്തരുടെയും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള മുതിർന്നവർ പുതിയ തലമുറയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ്. അവർക്ക് ബഹുമാനവും ആദരവും തിരികെ കൊടുക്കാൻ ലഭിച്ച ഒരു അവസരമായി ഇതിനെ കണക്കാക്കണം എന്നാണ് അജ്മാൻ പോലീസ് പറയുന്നത്. ജീവനക്കാരുടെ ക്രിയാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒപ്പം അതുവഴി കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ദുബായ് RTA. ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ മേഖലകളിൽ കൂടുതൽ വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യമെന്ന് RTAയുടെ സ്ട്രാറ്റജി ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് വിഭാഗം CEO നാസർ അബു ഷഹാബ് പറയുന്നു. ഇതിനായി അവരൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജീവനക്കാർക്ക് വേണ്ടി കൂടുതൽ ക്രിയാത്മകമായി ജീവനക്കാരുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും അതുവഴി ജോലിയുടെ നിലവാരം ഉയർത്തുക എന്നുള്ളതുമാണ് ലക്ഷ്യമിടുന്നത് RTA. ഷാർജയിൽ 2992 സ്ഥലങ്ങളിൽ കൂടി പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തിയതായി മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. മുവൈലയിലാണ് ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ പെയ്ഡ് പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 1755 സ്ഥലങ്ങൾ പെയ്ഡ് പാർക്കിംഗ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷാർജ മുവൈലയിൽ. മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ അൽനദ, അൽതവൂൺ എന്നിവിടങ്ങളിലും പെയ്ഡ് പാർക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഷാർജ മുനിസിപ്പാലിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റിനിൽ കോവിഡ് പ്രതിരോധ മുൻകരുതലുകൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും നിലനിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനായി വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ആവശ്യമാണെന്നും മന്ത്രിസഭായോഗം വിലയിരുത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വാണിജ്യ സർവീസ് ആരംഭിച്ച് 2 മാസത്തിനിടെ 14,065 യാത്രക്കാർക്ക് കോവിഡ് പരിശോധന നടത്തി. 1008 വിമാനങ്ങളിലായി 69,329 പേരാണ് കുവൈറ്റിൽ എത്തിയത് എന്നാണ് കണക്കുകൾ പറയുന്നത്. 10% യാത്രക്കാരെയാണ്, അതായത് റാൻഡം രീതിയിലാണ് കോവിഡ് ടെസ്റ്റ് യാത്രക്കാർക്ക് നടത്തുന്നത്. ഇതിൽ പലർക്കും കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് എന്ന് മന്ത്രാലയം പറയുന്നുണ്ട്. എന്തായാലും 14,065 യാത്രക്കാർക്കാണ് കോവിഡ് പരിശോധന ഈ 2 മാസത്തിനിടെ നടത്തിയത്. യാത്ര പുറപ്പെടുന്നതിന് 96 മണിക്കൂറിനുള്ളിലെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കുവൈറ്റിലേക്കുള്ള യാത്രയിൽ നിർബന്ധമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു.
മറ്റൊന്ന് കുവൈറ്റിൽ നിന്നും വരുന്നത് കുവൈറ്റിലെ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത പ്രവാസികളിൽ നിന്നും കുടിശ്ശിക തിരിച്ചു പിടിച്ചേക്കും എന്നുള്ളൊരു റിപ്പോർട്ടാണ്. അവധിക്ക് നാട്ടിൽ പോയ പലർക്കും കുവൈറ്റിലേക്ക്, മലയാളികൾ അടക്കമുള്ള പലർക്കും കുവൈറ്റിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. വിസ കാലാവധി അവസാനിച്ച കുറെ പേർ നാട്ടിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇതിൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്തവരുമുണ്ട്. ഇത് കിട്ടാക്കടമായി എഴുതി തള്ളേണ്ടതില്ലെന്നും അതത് രാജ്യങ്ങളിലെ കുടിശ്ശിക വീണ്ടെടുക്കൽ ഏജൻസികളുടെ സഹായം തേടാനുമാണ് ബാങ്കുകൾക്ക് ലഭിച്ച നിയമോപദേശം എന്നാണ് വാർത്ത പറയുന്നത്. 50 ദിനാറോ അതിന് മുകളിലുള്ള എല്ലാ കുടിശ്ശികയും വീണ്ടെടുക്കാനാണ് ശ്രമം എന്നും കുവൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ ജാമ്യക്കാർക്കെതിരെ നടപടി എടുത്തേക്കുമെന്നുള്ള അത്തരത്തിലുള്ള ഒരു നീക്കം കൂടി ആരംഭിച്ചതായും വാർത്ത വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത ഖത്തറിൽ നിന്നുള്ളതാണ്. ഖത്തറിൽ താമസ വിസക്കാർക്കുള്ള പെർമിറ്റ് സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനായ മെട്രാഷ് 2 പുതുക്കാനാകും. റെസിഡൻസി റിന്യൂവൽ ചെയ്യുക എന്നുള്ള നടപടി എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ്. കോവിഡ് കാലമാണ്, നമുക്കറിയാം. മനുഷ്യ സ്പർശം ഏൽക്കാതെയുള്ള നടപടിക്രമങ്ങൾക്കാണ് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത്. മാത്രമല്ല അത്തരം നടപടികൾ വേണം എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള താമസ വിസക്കാർക്ക് ഒക്കെ പെർമിറ്റ് റിന്യൂവൽ ചെയ്യാനാണെങ്കിൽ മെട്രാഷ് 2 പുതുക്കാൻ കഴിയുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഓൺലൈൻ സെമിനാറിലൂടെയാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. എം ഗ്രൂപ്പിന്റെ ടൈം 123 കാർഗോയിലൂടെ നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ 30% ഇളവ് ലഭിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ എവിടേക്കും ഇത് ബാധകമാണ്. കിലോയ്ക്ക് 5 ദിർഹം 50 ഫിൽസ് എന്ന ചുരുങ്ങിയ നിരക്കിലാണ് സാധനങ്ങൾ അയക്കാനാവുക. കേരളത്തിലേക്ക് പ്രത്യേക സർവീസ് ഉണ്ട്. 80005123 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 05083547786. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി 05083547786. ഗൾഫ് സ്റ്റോറീസ് ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. DR Courier and Cargo, GCCയിലെ നമ്പർ 1 കാർഗോ ആൻഡ് കൊറിയർ സർവീസ്.